പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് എഐവൈഎഫ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി ടോൾ കമ്പനി നിയമം ലംഘിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. രുചിഷ്, ഏറെ നാളായി ഈ പ്രദേശത്ത് ഇടയ്ക്കിടെ നാട്ടുകാരും ടോൾ പ്ലാസ അധികൃതരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു സംഘർഷം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്? പ്രിയരാഗ്, ടോൾ പ്ലാസയിൽ കഴിഞ്ഞ കുറെ കാലമായി തന്നെ CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, CPIയും UDF-ലെ കക്ഷികളെല്ലാം തന്നെ ഇത് പ്രതിഷേധം ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ പലതവണ കമ്പനിയോട് ഈ ടോൾ പ്ലാസയിൽ 5 വാഹനങ്ങൾ തുടർച്ചയായി വീണ്ടും ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലം CPI ജില്ലാ സെക്രട്ടറി തന്നെ കഴിഞ്ഞ ആഴ്ച ഈ വിഷയം ഏറ്റെടുത്ത് സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ആദ്യഘട്ടമായി AIYF-ഉം ASF-ഉം ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് AIYF-ന്റെ ഈ മാർച്ച് ഉണ്ടായിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ ജില്ലാ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ടോൾ പ്ലാസയുടെ കമ്പനിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറി. പോലീസ് ഇവരെ തടഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ കമ്പനിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എറണാകുളം തൃശൂർ ജില്ലയിലേക്കുള്ള ഭാഗത്തേക്കുള്ള ദേശീയപാതയിലാണ് പാലിയേക്കര ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും തന്നെ ടോൾ പ്ലാസയിൽ ഏകദേശം മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുണ്ട്. ഇത് ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് തടസ്സം നിൽക്കുന്നു ആരോപിച്ച് എല്ലാ ദിവസവും തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പല ദിവസങ്ങളായി ഇവിടെ പ്രതിഷേധമുണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ പോലീസും ഇടപെടുന്നില്ല എന്നാണ് ഈ പ്രതിഷേധക്കാരുടെ ആരോപണം. എല്ലാ വിഷയങ്ങളിലും പലതവണയായി ടോൾ പ്ലാസയുടെ പരിസരത്ത് തന്നെ പോലീസ് ഉണ്ടായിട്ടും ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രവീന്ദ്രനാണ് തൃശൂരിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് റിപ്പോർട്ട് കേൾക്കുന്നത്.